MJ അങ്കിൾ ഒരു സലിൽദ സോങ് കേൾക്കാം നമുക്ക്. നമ്മുടെ അഖീതി കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം അഖീതി ഓൺ സ്റ്റേജ്. ഇത് ടീച്ചറല്ലേ? ടീച്ചർ പണ്ടത്തെ സിനിമയിലെ നായിക ടീച്ചർ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീച്ചർ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെട്രോ. പക്ഷെ ആ പാട്ടില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. അല്ലേ? അല്ല. പിന്നെ ഇങ്ങനെ ഇടാൻ കാരണം ചുമ്മാ വിഷുക്കണി. അല്ല, അതിലിങ്ങനെയാണ്. ആ പാട്ടില് വിഷുക്കണി കളറല്ലേ? അതെ. അല്ല, അവൾ ഉദ്ദേശിച്ചത് പാട്ടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് പറഞ്ഞപ്പോ അല്ല, ഞാൻ ഉദ്ദേശിച്ച ആ പാട്ടിലെ എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല സ്ക്രീന്. അതന്നെ കളർ പടമാണ്, പക്ഷെ ഉടുപ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, പച്ച. പിന്നെന്താ ഇതുപോലെ അത് പച്ച കിട്ടിയില്ല, അപ്പൊ ഇത് പച്ച കിട്ടാത്തോണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി. അത്രേ ഉള്ളൂ. അതൊരു തെറ്റല്ല. അത് തെറ്റാണോ? ഒരിക്കലും അല്ല. മതങ്ങളാ ഷർട്ട് ഒന്ന് ഊരി കൊടുക്കി കുറച്ചു നേരത്തേക്ക് കളർഫുൾ ആവട്ടെ. അതെ. കാറ്റിൽ തൂവും കസ്തൂരി നിൻ വാക്ക്. അതെ. അതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്റെ പാട്ടിലുണ്ട്. ഈ പാട്ടിലുണ്ട്, അതല്ലേ പറഞ്ഞേ. അപ്പൊ ഇതാണ് പാട്ട്. സൽദ. കണ്ണിൽ പൂവ് ചുണ്ടിൽ പാലത്തേന്. എഴുതിയത് ശ്രീമാരൻ നമ്പി സാർ. പാടിയത് നമ്മളുടെ ഈ അല്ല പറഞ്ഞ നമ്മളുടെ വാണിയമ്മ. അത്രയും കാൽക്കുലേറ്റ്. അതെ, വാണി ജയറാം. അത് വാണിയമ്മയുടെ പേര് കിട്ടാനായിട്ട് 3+4+9+10. വാണിയമ്മ അങ്ങനെ കണക്കൂട്ടലുണ്ട്. 1977 അത് കണക്കാ അല്ലേ? അത് കണക്കാണോ? കണക്കാണ്. കണക്കാണ്. എല്ലാവരും കണക്കല്ലേ? പക്ഷെ പാട്ട് ഒരു കണക്കായ പോരാ. നന്നായിട്ട് പാടണം കേട്ടോ. പാടുമല്ലോ. പാടും. ക്രിസ്പി ആയിട്ട്. അതെ, ക്രിസ്പി ആയിട്ട് പാടണം. എന്തായാലും നമ്മുടെ മകള് പാടാൻ പോവല്ലേ? അപ്പൊ അതിനു മുമ്പേ ഈ സിനിമയിലെ വേറൊരു എനിക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ബ്യൂട്ടിഫുൽ സോങ് ഇതാ ആഖീതിക്കായിട്ട്. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ, മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലേ, മയങ്ങൂ നീ എൻ മടിമേലേ. അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി. അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി. നിറസന്ധ്യയായി ഞാനാരോമലെ വിടന്നെന്നിൽ നീയൊരു പൊൻതാരമായി. ഉറങ്ങൂ കനവു കണ്ടുണരാനായി ഉഷസണയുമ്പോൾ, മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലേ, മയങ്ങൂ നീ എൻ മടിമേലേ. ആരിലോ ആരിരാരോ, ആരിലോ ആരിരാരോ. ചാച്ചിക്കോ മീനുകുട്ടി? ചാച്ചിക്കോ ചാച്ചിക്കോ ചാച്ചിക്കോ. ഈ മലർക്കൊടി പോലെ എന്നുള്ള ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ പറയാം. ശ്രീമാരൻ നമ്പി സാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടതാ. അതായത് ഈ പാട്ട് എഴുതാനായിട്ട് സൽദായെ കാണുന്നു. അപ്പൊ സൽദ എപ്പോഴും ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ONV സാറുമായിട്ടാണ്. അപ്പോൾ ശ്രീമാരൻ നമ്പി സാറിനെ പറ്റി അദ്ദേഹം അത്രയും കോൺഫിഡൻ്റ് അല്ല ഇദ്ദേഹം എങ്ങനെ എഴുതും എന്നുള്ളത്. പക്ഷേ ശ്രീമാരൻ നമ്പി സാറ് നമുക്കറിയാം ജീനിയസ് ആണല്ലോ. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും സൽദ ഇങ്ങനെ ഒരു ട്യൂൺ ഇട്ട് കൊടുത്തു, ഇത് എഴുതൂ എന്ന് സീരിയസ് ആയിട്ട് പറയുന്നു. അപ്പോൾ അത് നിമിഷ നേരം കൊണ്ട് തമ്പി സാർ ഇത് എഴുതുകയാണ്, എന്നിട്ട് ഇത് കൊടുക്കുകയാണ്. അപ്പോൾ സൽദ പാടി നോക്കിയപ്പോഴത്തേക്കും കൃത്യം മീറ്റർ, കൃത്യം വാക്കുകൾ, ഒരു രക്ഷയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു യു ആർ ദ ഫാസ്റ്റസ്റ്റ് എന്ന്. അപ്പോൾ ആ രീതിയിലാണ് ഓരോ ചലഞ്ചസ്, ഓരോ വലിയ വലിയ കലാകാരന്മാർ അവർ കാലത്തിനപ്പുറം അവർ ഇങ്ങനെ ചലഞ്ചസിനെ നേരിട്ടു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കഥ ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളം പാട്ടുകളിൽ വന്നതില് ഏറ്റവും നീണ്ട പല്ലവി ഇതാന്ന് തോന്നുന്നുണ്ട്. ഏറ്റവും അധികം ലെങ്ത് ഉള്ള ഒരു പല്ലവി മലർക്കൊടി പോലെ ആയിരിക്കും. ഭയങ്കര ലെങ്ത് ഉള്ള ഒരു പല്ലവിയാണ് സുഗമോ. അപ്പൊ ആ ട്യൂണിനനുസരിച്ച് എഴുതും വേണം, അർത്ഥം വരണം,
ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണത്. അപ്പൊ ഏറ്റവും എന്താ പറയാ ലോങ്സ്റ്റ് പല്ലവി എന്ന് തന്നെ പറയാം. അതെ, വളരെ ലോങ് ആയിട്ടുള്ള വേറെ പല്ലവിയുള്ള പാട്ടുണ്ട്, സുഖമോ ദേവി എന്ന്. ദാറ്റ്സ് എ ഷോർട്ടസ്റ്റ് 2 വാക്ക്. യെസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പാട്ടുകൾ അല്ലേ? അതിലെ ആ സിനിമയിലെ ഏറ്റവും നല്ലൊരു പാട്ടാണ് ഇപ്പൊ അഖൈദി കുട്ടി പാടാൻ പാടാൻ. അതെ അതെ. പാടിക്കോ പാടിക്കോ പാടിക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തൊഴി കണ്ണിൽ പൂവ് ചുണ്ടിൽ പാല് തേന് കാറ്റിൽ തൂവും കസ്തൂരി നിൻ വാക്ക് മണപ്പാൽ കടൽ ഒന്നു കടയാൻ മന്മഥൻ വന്നു എന്നമൃതക്കൂടം നൽകും ഒന്നു ചൊല്ലു 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 തൊഴി കണ്ണിൽ പൂവ് ചുണ്ടിൽ പാല് തേന് കാറ്റിൽ തൂവും കസ്തൂരി നിൻ വാക്ക് തൊഴി കണ്ണിൽ പൂവ് ചുണ്ടിൽ പാല് തേന് കാറ്റിൽ തൂവും കസ്തൂരി നിൻ വാക്ക് തൊഴി കണ്ണിൽ പൂവ് ചുണ്ടിൽ പാല് തേന് കാറ്റിൽ തൂവും കസ്തൂരി നിൻ വാക്ക് മനപ്പാൽ കടൽ ഒന്നു കടയാൻ മന്മഥൻ വന്നു എന്നമൃതക്കൂടം നൽകും ഒന്നു ചൊല്ലു 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 തൊഴി കണ്ണിൽ പൂവ് ചുണ്ടിൽ പാല് തേന് കാറ്റിൽ തൂവും കസ്തൂരി നിൻ വാക്ക്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എനിക്ക് വയ്യ എന്റെ അകേത് കുട്ടി. എങ്ങനെ പാടുന്നത്? അറിയൂല. മൈ ഗോഡ്, ഇത് പാടാനായിട്ട് ഇറ്റ് ഇസ് വെരി വെരി ടഫ്. നീ അവളെ അഴകാ പാടുறீங்க. எப்படி இது எப்படி அகைதி എന്തോ உங்களுக்கு மட்டும்தானா இது முடியும் இந்த மாதிரி பாடுறது? அது மாதிரி பாடி
ഞാൻ ആലോചിക്കായിരുന്നു ഇതെങ്ങനെ ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയെന്നുള്ളത്. അതെ, ഇങ്ങനെ ട്യൂണ് വന്നു പോയി നിന്നെ കാണാൻ പോയി എന്നൊക്കെ എഴുത്. അതിപ്പോ ബംഗാളിയിലെ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ അതെ ഈസിയറാണ്. ഈ രണ്ടക്ഷരമുള്ള വാക്കുകൾ ഒരുപാട് കൂടുതലാണ് അവിടെയൊക്കെ, അല്ലെങ്കിൽ തമിഴിലൊക്കെ ആണെങ്കിൽ. പക്ഷെ നമുക്ക് മലയാളത്തിൽ വരുമ്പോൾ വന്നു പോയി നിന്നും കണ്ടു ഞാനും തോഴി എന്നൊക്കെ പറയാന്നല്ലാതെ അതിൽ കൂടുതൽ എന്ത്. അതാണ് തമ്പി സാർ ഓരോ പല്ലവിയിലും ഓരോ ലിറിക്കാണ് എഴുതിയിരിക്കുന്നത്. അതെ അതെ അതെ. അനുപല്ലവി കഴിഞ്ഞിട്ടുള്ള ചരണത്തില് വേറെ ലിറിക്കാണ് അല്ലേ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പല്ലവിയില് വേറെ ലിറിക്കാണ്. അത് അതെ. തമ്പി സാറിന് ഒരു വലിയൊരു നമസ്കാരം, ദ ഗ്രേറ്റ് ജീനിയസ്. നമുക്ക് സൽദാടേയും തമ്പി സാറിന്റെ ഒക്കെ പാട്ട് നമുക്ക് ഇവിടെ പാടാൻ പറ്റുന്നുള്ള ഒരു വലിയ ഭാഗ്യല്ലേ നമ്മുടെ കുഞ്ഞെ. അത് മാത്രമല്ല ഇതൊരു വലിയൊരു പാഠപുസ്തകമാണ്. എങ്ങനെ കൃത്യമായിട്ട് നോട്ട്സ്, എങ്ങനെ ആ തുടക്കത്തിലുള്ള നോട്ട്സ് ഒന്നുകൂടെ പാടി കേൾപ്പിക്കാമോ? അത് കൃത്യമായിട്ട് പാടി. കണ്ണിൽ പൂവ് ചുണ്ടിൽ പാല് തേന്. എന്താ അത് ഭയങ്കര കൃത്യമായിരിക്കണേ. ഇങ്ങനെ മഴത്തുള്ളികൾ പോലെയാ, പക്ഷെ ആ തുള്ളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് കൃത്യമായിട്ട് എടുത്തു വെക്കാനായിട്ട് ചിന്തിച്ചാൽ ബുദ്ധിമുട്ടാണ്. ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന് പറയുന്ന പോലെയാണ്. അത് അവിടെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് മോള് കറക്റ്റായിട്ട് ആ ചൊല്ല് 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 അതെങ്ങനെ പാടിയ? മനപ്പാൽ കടൽ ഒന്നു കടയാൻ മന്മഥൻ വന്നു എന്നമൃതക്കൂടം നൽകും ഒന്നു ചൊല്ല് 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 തൊഴി കണ്ണിൽ പൂവ് ചുണ്ടിൽ പാല്. ഇപ്പൊ കുറച്ച് സ്ലിപ്പ് ചെയ്ത് പോയി, പക്ഷെ അപ്പ കൃത്യമായിരുന്നു. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങള് അത് കൃത്യമായിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോയി പഠിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. പഠിക്കാനുള്ള പേഷ്യൻസ് വേണമല്ലോ. പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് പഠിക്കണമെങ്കിലും പേഷ്യൻസ് വേണം. അതിന്റെ ഉള്ളിലേക്ക് കയറണം, അവിടെ ഇരിക്കണം, അവിടെ ഇരുന്ന് എല്ലാം മനസ്സിലാക്കണം. പിന്നെയാണ് ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് പാടാൻ പറ്റുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഇത് സൂപ്പറാണ് കേട്ടോ. പിന്നെ അനുപല്ലവിയുടെ എൻഡിലെ ഒരു നോട്ടും അതുപോലെ ചരണത്തിലെ എൻഡിലെ ഒരു നോട്ടും, ഇത് രണ്ടും സ്ലിപ്പായി പോയി. തേടി പിടിക്കും, അത് രണ്ടും മാത്രം സ്ലിപ്പായി പോയി. അത് എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. ഇത് അങ്ങനെ പറ്റൂല കേട്ടോ, നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പൊ പക്ഷെ എന്നാലും ഇതിൽ ഒരുപാട് രത്നങ്ങളുണ്ട്. അഗൈതിക്കുട്ടിക്ക് പറ്റും എന്ന് തോന്നിക്കുന്ന എന്നുള്ളത് അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. നമസ്കാരം അഗൈതിക്കുട്ടി. നമസ്കാരം. കുറെ കാലത്തിന് ശേഷം കാണുന്നു. അതെ. ഏത് സോങ് എടുത്താലും അതിന്റെ ഒരു മാക്സിമം പെർഫെക്ഷനിൽ പാടുന്ന ഒരു മോളാണ്. ഇതൊരു വളരെ സ്മാർട്ട് സെലക്ഷൻ ഓഫ് സോങ്ങാ ശരിക്കും പറഞ്ഞാൽ. കേൾക്കുമ്പോൾ വളരെ സുഖമായിട്ട് പാടാൻ തോന്നുന്ന ഒരു പാട്ടാണ്. പക്ഷെ നല്ല സ്കില്ല് വേണം ഈ പാട്ട് പാടാൻ. എസ്പെഷ്യലി പല്ലവി നല്ല സ്മാർട്ടായിട്ട് ക്രിസ്പായിട്ട് പാടേണ്ട ഒരു ഇതാണ്. മോൾ അസലായിട്ട് പാടി മോളെ, പറയാതെ പറ്റില്ല. ഇപ്പൊ കുട്ടൻ പറഞ്ഞു 2 സ്ലിപ്സ് ഒക്കെ പറഞ്ഞു, പക്ഷെ അതൊക്കെ ചരണത്തിലാണ് വരുന്നത്. പല്ലവിയിൽ ഒരു പ്രശ്നം വന്നിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ. അപ്പോൾ ഈ പുത്തൻ രാഗങ്ങള് എനിക്ക് ഇഷ്ടമായി പാടിയത് വാസ്തവത്തില്. അത് ആ ഒരു ടെമ്പോയില് ആ ഒരു ഗ്രൂവിൽ അത് പാടി ബലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് മാനേജ് ചെയ്തു കറക്റ്റായിട്ട്. നല്ല സ്മാർട്ട് സെലക്ഷൻ ഓഫ് സോങ്, നന്നായി പാടി. ഓക്കെ, ഇത് വളരെ എഫേർട്ട്ലെസ് ആയി പാടി എന്നുള്ളതാണ്. വളരെ ഡാൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ കൈയൊക്കെ വെച്ച് നല്ല രസമായിരുന്നു മോളെ. വിഷ്വലി നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. പാട്ടിന്റെ സെലക്ഷനും ശരി. വാണി ജയറാം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സൂപ്പർ ബ്രില്യൻ സിംഗറാണ്. ഏത് നോട്ട്സ് കൊടുത്താലും വിതിൻ 5 minutes ഷീൽ ബി റെഡി വിത്ത് എ സോങ്. അങ്ങനത്തെ ഒരു സിംഗറുടെ ഒരു പാട്ടെടുത്ത് നല്ലൊരു എക്സിക്യൂഷൻ ആയിരുന്നു. ചെറിയ ഫ്ലോസ് എല്ലാം നമുക്ക് മറക്കാം. ഇനിയെ വരാതെ നോക്കിയാൽ മതി. ഓക്കെ, ഗുഡ് ലക്ക്. ഉഗ്രനായിട്ട് പാടി. എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. നല്ല ഇവരൊക്കെ പറഞ്ഞ പോലെ നല്ല സെലക്ഷൻ. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞില്ലേ സ്മാർട്ട് സെലക്ഷൻ. ഉഗ്രനായിട്ട് പാടി. ആദ്യം മുതൽ അവസാനം വരെ വളരെ മിടുക്കിയായിട്ട് പാടി. അതിലാകെ മൈന്യൂട്ടായിട്ടുള്ള 2 പ്രശ്നങ്ങൾ അത് തേടി പിടിക്കും. ഇപ്പോൾ MJ ഞങ്ങൾ സൂചിപ്പിച്ചില്ലേ പുത്തൻ രാഗങ്ങൾ, അതാണ്. പിന്നെ എനിക്ക് വീണൊഴുകും എന്നുള്ളിടത്തൊരു സംശയം പോലെ തോന്നി. എന്ത് പറ്റിയതാ അത്? അത് എന്താ അറിയില്ല, പെട്ടെന്ന് ആണല്ലേ? പെട്ടെന്നായിരുന്നു അല്ലേ? ഓക്കെ, അവിടെ ഒരു കൺഫ്യൂഷൻ പോലെ ഫീൽ ചെയ്തു. അവിടെ ഒരു സംശയം വന്നു, നമുക്ക് സംശയമില്ല. ഇത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയെല്ലാം അതിമനോഹരമായിട്ട് പാടി. നല്ല ഇംപ്രൂവ്മെന്റ്. വോയിസ് കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു ഈ പാട്ടില്. അപ്പൊ ഇതുപോലെ ഇന്നിപ്പോ പാടിയില്ലേ ആ പാട്ടിന്റെ എല്ലാ ഭാഗങ്ങളും വളരെ ശ്രദ്ധിച്ചാണ് പാടിയത്. ഇപ്പൊ ആ ഫ്ലോ ഇല്ലാണ്ട് ഒന്ന് പാടി നോക്കാം നമുക്ക്. ചരണം മാത്രം ഒന്ന് കേൾക്കാം.
സ്വപ്നപക്ഷി എന്നെ പാടും പുത്തൻ രാഗങ്ങൾ യെസ് എന്തും നൽകാൻ ദേവൻ മുന്നിൽ നിൽക്കും പൊന്നും വിലക്കല്ലോ നാണം വിൽക്കും ആഹാ തളിർമെത്തയിൽ തങ്കനിലാവായി വീണൊഴുകും നീ രാധിക പോലിന്നു തോഴി ഒന്നു നില്ല് തോഴി കണ്ണൂർ ചുണ്ടിൽ പാലിൽ തേൻ എക്സലന്റ് മതി മോളെ വെരി ഗുഡ് വെരി ഗുഡ്. ഇങ്ങനെ പാടിയിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു? എങ്കയോ ഇപ്പൊ ഇനിയിപ്പോ എന്താ സംഭവിക്കണേ നമുക്ക് കാണാം. അതെ. ഇവിടെ ഇരിക്കുന്ന കൂട്ടുകാരില്ലേ, ഉം. നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താ? സ്നേഹം. സ്നേഹം. സ്നേഹം, കരുതൽ, യെസ്, ഇഷ്ടം. ഓക്കെ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഗൈഡൻസ്. എല്ലാത്തിന്റെയും സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടാ. അപ്പോ ഇതെല്ലാം കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഇത്രയും ടഫായിട്ടുള്ള പാട്ട് ഇങ്ങനെ പാടുകയല്ലേ, അപ്പൊ തീർച്ചയായിട്ടും യു ഡിസേർവ് 99 on 100 credit. അത് മാത്രല്ല നമ്മുടെ അഖേതി കുട്ടിയാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. ആരെ വിളിക്കണ്ടേ നമുക്ക്? ആരെ ഗിഫ്റ്റ് തരണ്ടേ? ആരല്ല, ഇന്ന് ഉണ്ണിയങ്കളിനെ വിളിക്കാം നമുക്ക്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ നമുക്ക് വിളിക്കാം. ഉണ്ണിയങ്കൾ വെൽക്കം. കൺഗ്രാറ്റുലേഷൻസ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പ്രൈസ് വാങ്ങണേ. അതെ, ഓൾ ദി ബെസ്റ്റ് വിഷസ്. അഖേതി കുട്ടിക്ക് ഇതിൽ കൂടുതൽ ഭംഗിയായിട്ട് പാടാനാകട്ടെ അതെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലോണം പല്ല് തേക്കുക. 3 നേരം തേച്ചോളൂ. അഖേതി കുട്ടിക്ക് വിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. പിന്നെ ഒരു കാര്യമുണ്ട്. എന്താണ് കാര്യം? ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. ആ ഐ വി ശശി ചേട്ടനെ പോലെ ഇരിക്കുന്ന ചേട്ടനാണോ? അതാ അതെ അതെ രണ്ടാണ്, അമ്മമ്മയും അമ്മച്ചനും. ആണോ? ഓക്കെ ഓക്കെ. നമസ്കാരം. 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 വളരെ സന്തോഷം. അമ്മമ്മയുടെ പേരെന്താ? അമ്മമ്മയുടെ പേര് നളിനി. ആ. നളിനി. നളിനി. അത് ബാലകൃഷ്ണൻ. അത് ബാലകൃഷ്ണൻ. അമ്മച്ചൻ അമ്മച്ചൻ. അമ്മച്ചൻ ബാലകൃഷ്ണൻ. ഓക്കെ. ശരി, നമസ്കാരം. വളരെ സന്തോഷം. നമസ്കാരം. നമസ്കാരം. കുഞ്ഞു ഭയങ്കര ടാലന്റഡ് ആണ്, നമ്മുടെ ഫേവറേറ്റ് ആണ്. അതെ. ഓക്കെ, അപ്പൊ താങ്ക് യു ഉണ്ണിയങ്കൾ. താങ്ക് യു. താങ്ക് യു അഖേതി കുട്ടി. ബൈ. ബൈ. ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഡൂപ്പർ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ. സീ യു.